ആ പാലത്തെ ചാരി നിൽക്കുന്ന മുതലാണ് ചേട്ടൻപുള്ളി. ഇന്ന് ചേട്ടൻപുള്ളിയുടെ 40ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേട്ടൻപുള്ളിയുടെ 40ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എറണാകുളത്ത് ക്യൂൻസ് പാർക്കിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ യുവത്വം നശിച്ച് വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന അതെ 4-0 40. അതൊന്ന് പിടിച്ചു കൊടുക്കാം. അതെ ഞാനും പറ്റേ 4-0. 8 വയസ്സിനും 6 വയസ്സിനും ആണ് ഈ ദീപേഷ്. യുവത്വം വിട്ട് വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ദീപേഷിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കളെ. 40ാം വയസ്സ് 40 എന്റെ കൂടെ പഠിച്ച നിങ്ങൾ 40ാമത്തെ വയസ്സിൽ കൊണ്ടാടി സന്തോഷം. മികച്ചൊരു സർപ്രൈസ് ആണ്. എന്റെ ക്ലാസ്മേറ്റ്സ് എനിക്ക് വളരെ മികച്ചൊരു സർപ്രൈസ്. എന്റെ കൂടെ ഒരേ ഒരുമിച്ചിരുന്ന് പഠിച്ച എന്റെ സഹപാഠിയായ കുഞ്ഞ് വിഷ്ണു എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും താങ്ക് യു ഫോർ എവറിത്തിങ്. അഗൈൻ യു മേക്ക് ദ ഡേ. ഓക്കേ താങ്ക് യു. നമ്മളെ കണ്ട 40 പറയുമല്ലേ. എന്നെക്കാളും 15 വയസ്സിന് മൂത്താണ്. അങ്ങനെ കൈകാൽ വേദന, മുട്ടുവേദന, നടുവേദന മുതലായ പ്രശ്നങ്ങൾ മൂലം ബർത്ത്ഡേയുടെ ക്ഷീണത്തിൽ ചേട്ടൻപിള്ളയുടെ കിടക്കുകയാണ്. അങ്ങനെ വയസ്സായതുകൊണ്ട് ഐസ്ക്രീമിന്റെ കവർ പോലും പൊട്ടിക്കാൻ ശേഷിയില്ലാതായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മാറിയിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 12:45. ക്യൂൻസ് പാർക്ക് എന്തായാലും അത്യാവശ്യം നല്ല കിടിലം വൈബാണ്. മനസ്സിൻ നിനക്ക് വേണ്ടി പെട്ടെന്ന് രാജചന്ദനം തൊടാൻ കോപകന്യയായി മുങ്ങി വന്നതാണു ഞാൻ.
ഇവർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ നമ്മുടെ കയ്യിലൊരു മൈക്കില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നവും ഇതിനകത്ത് അറിയാൻ പറ്റും. എന്തായാലും ഇവർ ഞങ്ങളുടെ ഒരു ദിവസം ഭയങ്കര അടിപൊളിയാക്കി തന്നതിന് ഇവർക്കും ഒരു പ്രത്യേകം താങ്ക്സ് ഉണ്ട്. പന്നമ്പള്ളി നഗറിലൊരു ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അടുത്ത പരിപാടി. നേരത്തെ ഇതൊരു ഏലം എന്നുള്ളൊരു റെസ്റ്റോ കഫേ എന്നുള്ളൊരു പേരിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ അവരൊരു പേരൊക്കെ മാറ്റി ഇവിടം എന്നാക്കിയിട്ടുണ്ട്. പനമ്പള്ളി നഗറാണ് ഈ സ്ഥലം. ഇവിടുത്തെ ഒരു ആംബിയൻസും അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇട്ടിരിക്കുന്ന മ്യൂസിക്കാണ്. ഞങ്ങൾ കുറച്ച് ഇടിയപ്പം, അപ്പം, ബീഫ് വിന്താലു, പിന്നെ ചിക്കൻ കറി മുതലായ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചത്. ഇതാണ് എൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റും എന്ന് പറയുന്നത് പോലെ ഇതാണ് ഞങ്ങൾ ആഹാരം കഴിച്ചതിൻ്റെ ബില്ലും. ഇതൊക്കെ തീർക്കേണ്ടത് ഇനി ബർത്ത്ഡേ ബോയ് ആണ്. എന്തായാലും ബർത്ത്ഡേ ബോയ്ക്ക് ഒരു അറ്റാക്ക് വരുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്.